കഴിഞ്ഞ ആഴ്ച ഒരു രസകരമായ ഒരു ന്യൂസ് വന്നായിരുന്നു. എന്താണ് ഈ രസകരമായ ന്യൂസ്? ഇന്ത്യ ഇന്തോനേഷ്യയെ ബീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പുതിയ ന്യൂസ് വന്നിരിക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു എന്തിനാണ്, ബോഫയുടെ ഒരു സർവേ റിസൾട്ടാണ്, ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഒരു സർവേ റിസൾട്ട്സിനകത്താണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അന്നേരം ഞാനൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പഴ ചമ്മിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്തോനേഷ്യ ആയിരുന്നു ഏഷ്യയിലെ ഏറ്റവും ലീസ്റ്റ് പ്രിഫേർഡ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്നാൽ ഇന്ത്യ ഇന്തോനേഷ്യയുടെ താഴെ പോയിട്ട് ഇന്തോനേഷ്യയെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു ലീസ്റ്റ് പ്രിഫേർഡ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട്. ബാങ്ക് ഓഫ് അമേരിക്കയുടെ സർവേ റിസൾട്ട്സ് ആണ്. അന്നേരം അതിനകത്ത് റീസൺസും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റീസൺസ് നമുക്കൊന്നറിയാമല്ലോ. 4 റീസൺസാണ് അവർ പ്രമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റീസൺസും കൂടെയാണ്. നോ ക്ലിയർ AI എക്സ്പോഷറാണ് റീസൺ നമ്പർ 1. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ശരിക്കും ഒരു AI എക്സ്പോഷർ ഇല്ല. രണ്ടാമത്തെ റീസണാണ് വീക്ക് ഗ്രോത്ത്. നമ്മുടെ സർക്കാർ വേറെ കണക്കുകളൊക്കെ പറഞ്ഞു തന്നിരിക്കും, പക്ഷേ ഇൻ റിയാലിറ്റി ഗ്രോത്ത് എത്ര ആണെന്നുള്ളത് ലോകത്തിലെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗ്രോത്ത് വീക്കാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നില്ല അങ്ങനെയുള്ള ഗ്രോത്ത്. പിന്നെ ഹൈ വാല്യുവേഷൻസ്. നമ്മുടെ സ്റ്റോക്സ് എല്ലാം അതിന് കിട്ടേണ്ട വാല്യൂ കൂടുതലായിട്ട് വാല്യുവേഷനാണ്. 10 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ അത് 15 രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. അങ്ങനെയാണ് ഹൈ വാല്യുവേഷൻ വരുന്നത്. ആരെങ്കിലും അതിൻ്റെ ആ റിയൽ അക്സെപ്റ്റബിൾ ലിമിറ്റിൽ മുകളിൽ പോയിട്ട് വാങ്ങത്തില്ല, ബോധമുള്ളവനാരും വാങ്ങത്തില്ല. പിന്നെ ലാക്ക് ഓഫ് റിഫോംസ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയല്ല, നമ്മുടെ ടോട്ടൽ മാർക്കറ്റിൽ തന്നെ റിഫോംസിനോട് ഒന്ന് ചെറുത്ത് നിൽപ്പുണ്ട്. അവർക്ക് ഈ പഴയ രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കണം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒന്നും അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സിസ്റ്റത്തിനകത്താണ് ഇന്ത്യയെ ഏഷ്യാസ് ലീസ്റ്റ് പ്രിഫേർഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണോ അല്ല അതിനെ അനുബന്ധിച്ച് തന്നെയാണ് ഈ ലീസ്റ്റ് പ്രിഫേർഡിന് കാരണം കൂടെ ഉണ്ടെങ്കിൽ പോലും അതിനെ ഇച്ചിരൂടും താറടിക്കുന്ന ചില കാരണങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അന്നേരം അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് സ്റ്റോക്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യമാണ് ക്രൂഡ് ഓയിൽ പ്രൈസ്. ക്രൂഡ് ഓയിൽ ഇപ്പം 92 മുകളിൽ കടന്നുപോയി. അന്നേരം ഈ വർഷത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 37% ക്രൂഡ് ഓയിൽ പൊങ്ങിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയെ സാരമായിട്ട് ബാധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പോർട്ട്ഫോളിയോയും കൂടെ സാരമായിട്ട് ബാധിക്കും. അന്നേരം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്ക് എടുത്ത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എടുത്ത് ദൂരക്കളയണം എന്നുള്ളൊരു കാര്യം അറിയണ്ടേ. പിന്നെ ഏതൊക്കെ സ്റ്റോക്ക് കയറ്റിക്കൊണ്ട് വരണം എന്നുള്ള കാര്യം അറിയണ്ടേ. അന്നേരം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. സിമ്പിൾ ചോദ്യം, എന്തുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നു? കാരണം ഇത്രയേ ഉള്ളായിരുന്നു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ഒരു യുദ്ധമൊക്കെ നടന്നുകൊണ്ടല്ലോ. അപ്പം ഇപ്പോഴും ടെക്നിക്കലി ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇടയ്ക്ക് അമേരിക്ക അവരുടെ സാങ്ഷൻസ്, ഇറാനിന് മുകളിലുള്ള സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഇളവ് ചെയ്തിട്ട് പറഞ്ഞു ഇറാൻ്റെ എണ്ണ പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന്. അന്നേരം ക്രൂഡ് ഓയിലിൻ്റെ വില നോർമലൈസായി. ആ യുദ്ധം ഫെബ്രുവരി 28 തുടങ്ങിയപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലോട്ട് പോയി. പക്ഷേ അത് പിന്നെ ഒന്ന് നോർമലൈസ് ആയത് എന്താണ്? അമേരിക്ക പറഞ്ഞു ഓക്കെ ഇറാൻ്റെ ക്രൂഡ് ഓയിൽ പോക്കോട്ടെ. ഇപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി. അമേരിക്ക പറഞ്ഞു ഇറാൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ മുകളിൽ സാങ്ഷൻസ്. അന്നേരം ഇങ്ങനെ സാങ്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൂഡ് ഓയിൽ വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 92 കഴിഞ്ഞു. ഇറ്റ്സ് ക്രോസ്ഡ് 92. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മുകളിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം കറക്റ്റായിട്ടുള്ള റേറ്റ്. അന്നേരം അത് ഇന്ത്യയെ സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്? നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ നീഡ്, അല്ലെങ്കിൽ നമ്മുടെ എനർജി നീഡ്, നമ്മുടെ ഈ ഫ്യൂവലിൻ്റെ നീഡിൻ്റെ 85 to 87% നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അന്നേരം ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ ഓരോ $10 കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലിനകത്ത് $15 ബില്യൺ കൂടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ₹1 അല്ലെങ്കിൽ $1 എത്ര കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ആ എക്കണോമിക്കാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തണം. അന്നേരം ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസ് ആകുമ്പോഴത്തേക്ക് എന്താണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ട് എന്താണ്? RBI എക്സ്ട്രാ കോഷ്യസ് ആകും.
എന്നിട്ട് അത് കാരണം മാർക്കറ്റ്സിൻ്റെ മുകളിൽ പ്രഷർ നല്ലപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ കാരണം ഇതിൻ്റെ അനന്തരമായിട്ട് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രൂപ എന്ന് പറഞ്ഞ സാധനം അവൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രൂപയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഇരിക്കുന്നു രൂപയുടെ കറക്റ്റായിട്ടുള്ള റേറ്റ്. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് നടക്കുന്നത്? ഇത് FIIസിനെ നെർവസ് ആക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് രൂപയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരെ നെർവസ് ആക്കും. അവർ കൊണ്ടിട്ടത് എന്താണ്? ഡോളർ വിലയ്ക്ക്. അന്നേരം ആ ഡോളറിൽ നിന്ന് അന്നത്തെ കൺവെർട്ടബിൾ രൂപയിൽ നിന്ന് ഇപ്പോൾ മാറി താഴോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലാഭമില്ലാതെ വരും. അന്നേരം എന്താണ് സ്വാഭാവികമായിട്ട് അവർ നടത്താൻ പോകുന്നത്? അവർക്ക് ലാഭമില്ലെങ്കിലും ഉള്ള ക്യാപിറ്റലെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ അവരെടുത്തുകൊണ്ട് പോകും. അന്നേരം ആ സർക്കിളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അന്നേരം ആ രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് നല്ലൊരു അടിയും കൂടെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എസ്പെഷ്യലി ചില പ്രത്യേക സ്റ്റോക്സ് ഉണ്ടെങ്കിൽ തന്നെ. RBI എന്താണ് ചെയ്യാൻ പോകുന്നത്? RBI ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കത്തില്ല. അവർക്ക് കുറയ്ക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ കൺട്രിയിൽ ഒരു ഗ്രോത്ത് കൂടണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം, അതാണ് നിയമം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ RBI ടെൻഷൻ പിടിച്ച് ഇങ്ങനെ ഇരിക്കും, കോഷ്യസ് ആണ്, അവർ പിന്നെ കുറയ്ക്കത്തില്ല. അപ്പോൾ നമുക്ക് 2 ലിസ്റ്റ് ഓഫ് കമ്പനീസ് നമുക്ക് നോക്കാം. ഒരു ലിസ്റ്റിൻ്റെ പേരാണ് ലൂസർ കമ്പനി, വേറെ ഒരു ലിസ്റ്റാണ് വിന്നർ കമ്പനി കേട്ടോ. അന്നേരം ഒരു സെറ്റ് കമ്പനീസ് തൂക്കും ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ പ്രശ്നം കാരണം. ഏതൊക്കെ കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ IOC, BPCL, HPCL ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസിനാണ് തോൽവി സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സെറ്റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസിങ് കമ്പനിയുടെ രണ്ടാമത്തെ സെക്ഷനകത്ത് വരുന്നത് ഏതാണ്? ഏവിയേഷൻ കമ്പനീസ്. നമ്മുടെ ഇൻഡിഗോ അങ്ങനെയൊക്കെയുള്ള കമ്പനികളുണ്ടല്ലോ, ഏവിയേഷനകത്ത് കിടക്കുന്നത്. അവർക്കും ഈ എണ്ണയുടെ വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ലാഭം കുറയുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 40% ഓഫ് എയർലൈൻ കോസ്റ്റ് ഈസ് ഫ്യൂവൽ. അന്നേരം അത് കാരണം നല്ല പണി കിട്ടും. പിന്നെ പെയിൻറ്റ് കമ്പനി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഈ പെയിൻറ്റൊക്കെ ഡിറൈവ് ചെയ്ത് കിട്ടുന്നത്. അന്നേരം ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രാവശ്യവും ഒരു ഇതിൻ്റെ റേറ്റ് കൂടിക്കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കുറയും. എല്ലാത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളതുപോലെയല്ലേ. ഇപ്പം പെയിൻറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഒരു ലെവലിലാണെന്ന് വിചാരിച്ചു. അന്നേരം അവർ പ്ലാൻ ചെയ്യുമ്പം ഇത്രയുമാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ കോസ്റ്റ്, പെയിൻറ്ററിൻ്റെ കോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെയും കൂടും. അന്നേരം പലരും അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ ബജറ്റ് കുറയ്ക്കാനായിട്ട് താമസിപ്പിക്കും. ഈ മാസമായിരുന്നു പെയിൻറ്റിങ് ചെയ്യാനുള്ള ഒരു പ്ലാന്. വേണ്ട, നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള രീതി വരും. ബിക്കോസ് ബജറ്റ് കൂടുകയാണ്, അവർക്കും അതിനെപ്പറ്റി ഒരു ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ ടയർ, നമ്മുടെ വണ്ടികളുടെ ടയർസിൻ്റെ കോസ്റ്റ് കൂടും. ഇതൊക്കെ ഇൻഫ്ലേഷനെ കൂട്ടുന്നതാണ്. പിന്നെ FMCG കമ്പനികൾ. FMCG എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിത്യോപക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അരി, പച്ചക്കറി, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ FMCG. അന്നേരം ഈ കമ്പനീസിൻ്റെ ഈ സാധനങ്ങളുടെ റേറ്റ് കൂടും. കാരണം എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് കൂടുന്നത് കൊണ്ട് ഈ സാധനങ്ങളുടെ റേറ്റും കൂടും. അന്നേരം ഇങ്ങനെയൊക്കെ കൂടിക്കഴിയുമ്പോഴത്തേക്ക് കമ്പനികളുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ കമ്പനീസ് ഉണ്ടെങ്കിൽ നല്ലപോലെ പണി കിട്ടും, അത് താഴോട്ട് തന്നെ പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അന്നേരം നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഈ കമ്പനീസിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ അങ്ങ് ഒഴിവാക്കി മാറ്റി വെക്കുക, എന്നിട്ട് പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ള സംവിധാനമൊക്കെ നോക്കണം നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത്. പിന്നെ അടുത്തത് വിന്നർ കമ്പനിയാണ്, ജയിക്കുന്ന കമ്പനീസ്. ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ കയറി വരുമ്പോഴും ജയിക്കുന്ന ആൾക്കാരുണ്ട്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ONGC, ഓയിൽ ഇന്ത്യ. കാരണം എന്താണ്? ഇവരാണ് എണ്ണ ഖനിച്ചെടുക്കുന്ന കമ്പനികൾ. അന്നേരം എണ്ണ ഖനിച്ചെടുക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകും. മറ്റേ എന്തായിരുന്നു? ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് IOC, BPCL, HPCL ഒക്കെ. ഇത് എണ്ണ ഖനിച്ചെടുക്കുന്ന കമ്പനി ONGC, പിന്നെ ഓയിൽ ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള കമ്പനീസ്. പിന്നെ വേറെ ഒരു സെറ്റിൻ്റെ റേറ്റ് നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാം. സ്വർണത്തിന് നല്ലപോലെ റേറ്റ് പിന്നെ ഒന്ന് അമങ്ങിപ്പോയതായിരുന്നു, പിന്നെ അടിച്ചു വിട്ട് മുകളിലോട്ട് പോകുമായിരുന്നു. 4000 വരെ വന്ന 4000, 3900 വരെ വന്ന ഇപ്പോൾ അതാണ്ട് അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു സെറ്റ് ഓഫ് കമ്പനീസിൻ്റെയും കൂടെ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ആൻഡ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിൻ്റെ. ബിക്കോസ് അത് ഈ യുദ്ധം കാരണമാണല്ലോ ഇതൊക്കെ വരുന്നത്. അന്നേരം യുദ്ധത്തിന് വേണ്ടി ആ യുദ്ധമാണ് ഇതിൻ്റെ ഒരു റിയൽ പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനീസും പല കൺട്രീസും അവരുടെ ഡിഫൻസ് അലോക്കേഷൻ കൂട്ടും. അന്നേരം കോൺട്രാക്ട്സ് കൂടുതൽ കൊടുക്കും. അന്നേരം ഡിഫൻസ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് നല്ലപോലെ മുകളിലോട്ട് പോകും. ഇതാണ് 2 സെറ്റ് ഓഫ് കമ്പനീസ്. ഒരെണ്ണം ലൂസർ കമ്പനി, വേറെ ഒരെണ്ണം വിന്നർ കമ്പനി. സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
പാനിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 24,137 കിടക്കുന്നത്. പക്ഷേ അത് താഴോട്ട് പോവുകയാണെങ്കിൽ 23,800 ഒക്കെ ക്രോസ് ചെയ്ത് താഴോട്ടൊക്കെ പോവുകയാണെങ്കിൽ അന്നേരമാണ് നമ്മൾ നല്ലപോലെ അലർട്ടാകേണ്ടത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓവറായിട്ട് ഈ ലൂസിങ് കമ്പനീസിനകത്ത് അലോക്കേഷൻ ഉണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് കട്ട് ഷോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വിന്നിങ് കമ്പനീസിനകത്തോ പിന്നെ ഗോൾഡ് ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഇച്ചിരി ഒരു അലോക്കേഷൻ നല്ലപോലെ കൂട്ടാനും നല്ലൊരു അവസരമാണ്. അന്നേരം ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് കൊണ്ടുവിടുക ആണെന്ന് ചെയ്താൽ മതി. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഫണ്ടൊന്നും ഇറക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ. അങ്ങനെയൊക്കെ പാനിക് ചെയ്യാതെ ഇരിക്കുകയാണ്. പക്ഷെ മാർക്കറ്റ് നല്ലപോലെ ഇടിയുകയാണെങ്കിൽ നമുക്കൊന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ട അവസരം കൂടെ വരും. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. So till we meet again, peace.